ഈ ദിവസത്തിൽ ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ KR ഗോപികൃഷ്ണൻ. നോക്കാം ആദ്യ വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായക നീക്കങ്ങളുമായി മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് നടത്തുന്നത് അപ്രതീക്ഷിത കരുനീക്കങ്ങളാണ്. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ KS ശബരിനാഥനെ കളത്തിലിറക്കിയും സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറക്കിയും എതിരാളികളെ ഞെട്ടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ BJPക്കും പിന്നിലാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കെ മുരളീധരനാണ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പ്രമുഖരെയും യുവാക്കളെയും പരിഗണിക്കണമെന്നതാണ് AICCയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായാണ് KS ശബരിനാഥനെ ഉൾപ്പെടെ മുഖമായി കളത്തിലിറക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാൽ തൊട്ടടുത്ത കവടിയാറിൽ നിന്നാകും ശബരിനാഥൻ മത്സരിക്കുക. നിയമസഭാ അംഗമായിരുന്ന ശ്രീ ശബരിനാഥ് ഉൾപ്പെടെ ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് തുടങ്ങി ഏറ്റവും ജൂനിയറായ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവി വരെയുള്ള എല്ലാ വിഭാഗത്തിനെയും പ്രതിദാനം ചെയ്യുന്ന ലിസ്റ്റാണ് പുറത്തു വരിക. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അറിയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അവിടുത്തെ ആളുകൾ തീരുമാനിക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയണ്ടില്ലല്ലോ. കോൺഗ്രസ് മത്സരിക്കുന്നതും തർക്കമില്ലാത്തതുമായ 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായി. അന്തിമ പ്രഖ്യാപനം ഇന്ന് രാത്രിയോ നാളെയോ ഉണ്ടാകും. 100 വാർഡുകളുള്ള കോർപ്പറേഷനിൽ 51 സീറ്റുകളാണ് LDFിനുള്ളത്. BJPക്ക് 34 അംഗങ്ങൾ. 10 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത്. ഇതിന്റെ 8 കോൺഗ്രസിന്റെ സീറ്റുകൾ. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ അധിക്ഷേപ പരാമർശം തള്ളി ലീഗ് നേതൃത്വം. വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പ്രതികരിച്ചു. PMA സലാമിന്റെ പരാമർശത്തിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെ ഇന്ന് രംഗത്ത് വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ തീർച്ചയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. വിവാദ പരാമർശത്തിൽ PMA സലാമിനെ തള്ളുകയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല, ഒരു നല്ല കാര്യമല്ല. പരാമർശത്തിൽ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപിഴയും തെറ്റുമൊക്കെ പറ്റിയ പാർട്ടി അത് തിരുത്തും. തങ്ങൾ തന്നെ ഇന്ന് സലാമിനെ തിരുത്തി. എന്നാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് PMA സലാമിന്റെ നിലപാട്. പരാമർശത്തിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്തെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലാത്തതാണ്. സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയാണ് പാണക്കാട്ട് തങ്ങൾക്കും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPIM ജില്ലാ നേതൃത്വം. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ PMA സലാമിന് വേവലാതി എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി ഇൻചാർജ് E ജയന്റെ പ്രതികരണം. വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. സമീർ ബിൻ കരീം, 24 തിരൂർ. പാലക്കാട് ചിറ്റൂരിൽ 14 വയസ്സുള്ള ഇരട്ട സഹോദരങ്ങളെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായ രാമൻ, ലക്ഷ്മണൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇരട്ട സഹോദരങ്ങളായ രാമന്റെയും ലക്ഷ്മണന്റെയും മരണത്തിന്റെ നടുക്കത്തിലാണ് ചിറ്റൂർ. ഇന്നലെ വൈകിട്ട് പിതാവിന്റെ സ്കൂട്ടറുമെടുത്ത് പുറത്തിറങ്ങിയ ഇരുവരെയും കാണാതാവുകയായിരുന്നു. വൈകിട്ട് വീട്ടിൽ പതിവായി തിരിച്ചെത്താറുള്ള സഹോദരങ്ങളെ കാണാതെ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ചിറ്റൂർ ലങ്കേശ്വര ശിവക്ഷേത്ര കുളത്തിന് സമീപത്തുൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീകളാണ് മൃതദേഹം കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളെ തിരിച്ചു വരാതായപ്പോൾ ഇവിടെ എല്ലാവരും പാലക്കാട് അടക്കം പോയിട്ട് അന്വേഷിച്ചിരുന്നു, ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ ഈ കടവിൽ കുളിക്കാൻ വന്ന ചില സ്ത്രീകൾ ഒരു കുട്ടിയുടെ ബോഡി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടപ്പോൾ കൗൺസിലറെ അറിയിച്ചു. നീന്തൽ പരിശീലനം ഉൾപ്പെടെ നടക്കാറുള്ള കുളമാണിത്. ആദ്യത്തെ പടവുകൾ കഴിഞ്ഞാൽ പിന്നീട് കുളത്തിന് ആഴം കൂടുതലാണ്.
കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയതായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരുവരുടെയും മൃതദേഹം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പാലക്കാട്. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതിന് പിന്നാലെ SSK ഫണ്ട് ലഭിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിലേക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം. അതേസമയം പദ്ധതി മരവിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ കത്തുവഴി അറിയിക്കുന്നത് വൈകും എന്നാണ് സൂചന. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗം വിഷയം ചർച്ച ചെയ്യും. രാജ്യത്തെ തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 10-ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിക്ക് പോകുന്നുണ്ട്. അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ചയ്ക്കാണ് അവസരം തേടുന്നത്. PM ശ്രീ മരവിപ്പിക്കാനുണ്ടായ സാഹചര്യവും ഫണ്ട് തടയരുതെന്ന ആവശ്യവും വി ശിവൻകുട്ടി കേന്ദ്രത്തെ അറിയിക്കും. അല്ല, SSKയുടെ ഫണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. ഞാൻ 10-ാം തീയതി അവിടെ ലേബർ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിലുണ്ട്. അന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്. SSK ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതായി കേന്ദ്രത്തെ ചീഫ് സെക്രട്ടറി അറിയിക്കുന്നത് വൈകിയേക്കും. കത്തിന്റെ കരട് തയ്യാറായെങ്കിലും മുഖ്യമന്ത്രി ഫയൽ കണ്ടില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയതിനു ശേഷമായിരിക്കും ചീഫ് സെക്രട്ടറി കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറുക. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് കൈമാറി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് 15 ലക്ഷം രൂപയ്ക്ക് എന്നതാണ് മൊഴി. ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങിയെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SITക്ക് മുന്നിൽ ഹാജരായി തെളിവുകൾ സഹിതമാണ് ഗോവർദ്ധൻ മൊഴി നൽകിയത്. ശബരിമലയിലെ സ്വർണം 15 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വിറ്റത്. ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് താനടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 70 ലക്ഷം രൂപ പോറ്റി വാങ്ങി. ശബരിമലയിലെ മോഷണ വിവരങ്ങൾ പുറത്തായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും ബംഗളൂരിലും എത്തി. തനിക്കെതിരെ ഒന്നും ആരോട് പറയരുതെന്ന് സ്പോൺസർമാരോട് ആവശ്യപ്പെട്ടു. അന്വേഷണം ആരംഭിച്ച ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ പേര് പറഞ്ഞ് പണം പിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ താനടക്കം പിന്നീട് പണം നൽകിയില്ല എന്നും ഗോവർദ്ധൻ മൊഴി നൽകി. കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. നിലവിലെ മൊഴി പരിശോധിച്ച് ഗോവർദ്ധനെ മാപ്പുസാക്ഷിയാക്കാൻ കഴിയുമോ എന്നും SIT പരിശോധിക്കുന്നുണ്ട്. S. ശ്യാംകുമാർ, 24 കൊച്ചി. വിശ്വം ജയിക്കാൻ ഇന്ത്യൻ വനിതകൾ. ICC വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചകഴിഞ്ഞ് 3-ന് നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. കന്നി ലോകകപ്പ് കിരീടമാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. ലോർഡ്സിൽ കപിലിന്റെ ചെകുത്താന്മാർ വിശ്വകിരീടം ചൂടിയ അന്നു മുതലാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമായി മാറിയത്. വനിതാ ക്രിക്കറ്റിലും മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്ന ദിനമാകുമോ ഇന്ന്? ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ ഹർമൻപ്രീത് കൗറും ടീമും 140 കോടി ജനതയുടെ പ്രതീക്ഷകളുമായി കളത്തിലേക്ക്. ഇന്ത്യക്കിത് 3-ാം ഫൈനൽ. 2005-ലും 2017-ലും കണ്ണീരോടെ തലതാഴ്ത്തി മടങ്ങിയ ഇന്ത്യ ഇത്തവണ കൂടുതൽ പ്രതീക്ഷയിൽ. സെമി ഫൈനലിൽ 7 തവണ ചാമ്പ്യന്മാരായ നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ച ആവേശം നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അവിശ്വസനീയമായ ചേസിലൂടെയായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ആ ആവേശത്തിനൊപ്പം ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം കൂടി മുതലെടുക്കാനായാൽ കന്നിക്കിരീടം ത്രിവർണ്ണത്തിലലിയും. സ്മൃതി മന്ധാന, ഹർമൻപ്രീത് കൗർ, സെമിയിലെ താരം ജമീമ റോഡ്രിഗസ് എന്നിവരിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. ദീപ്തി ശർമ്മ, ക്രാന്തി എന്നിവർ എതിരാളികളെ എറിഞ്ഞു വീഴ്ത്താൻ പോന്നവർ. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇത് ആദ്യ ഫൈനൽ. നിർഭാഗ്യങ്ങൾ എന്നും വേട്ടയാടിയിട്ടുള്ള പ്രോട്ടീസ് പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. മുൻ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ വൻ മാർജിനിൽ വീഴ്ത്തിയായിരുന്നു ഫൈനലിലേക്ക് കുതിച്ചത്. ക്യാപ്റ്റൻ ലോറ വോൾവോട്ട്, തസ്മിൻ ബ്രിഡ്സ് എന്നിവരാണ് പ്രോട്ടീസ് വുമൻസിലെ ബാറ്റിംഗ് പവർ ഹൗസുകൾ. മരിസാനെ കാപ്പ് നയിക്കുന്ന ബൗളിംഗ് നിരയും കിടിലൻ. നേർക്കുനേർ കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ഇന്ത്യ 20 മത്സരങ്ങൾ ജയിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക ജേതാക്കളായത് 11 എണ്ണത്തിൽ. ലോകകപ്പുകളിൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ തുല്യത പാലിച്ചു. ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയായിരുന്നു ജയം. ഇന്ന് ആര് ജയിച്ചാലും പുതുചരിത്രമാണ്. വനിതാ ലോകകപ്പിന് പുതിയൊരു അവകാശിയുണ്ടാകും. സ്പോർട്സ് ഡെസ്ക് 24.
വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇന്ത്യയുടെ പെൺപുലികൾ ചരിത്രമെഴുതും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ആരാധകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ്. ആക്ച്വലി ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കപ്പെടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഹോം ഗ്രൗണ്ടിൽ തന്നെ കളിക്കുന്നതിന്റെ ഒരു ഇതുണ്ട്. നമുക്ക് കപ്പടിക്കാണ്ട് എവിടെ പോവാനാണ്? എന്തായാലും ഇപ്രാവശ്യം നമ്മൾ തന്നെ കപ്പെടുക്കും. നല്ല പ്രതീക്ഷയിലാണ് കഴിഞ്ഞ കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യ ജയിച്ച ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ തന്നെ കളി നടക്കുന്നത്, ഇന്ത്യ തന്നെ ലിഫ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഓസ്ട്രേലിയനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സൗത്ത് ആഫ്രിക്കനെ തോപ്പിക്കാൻ പറ്റും. ഇതെന്തായാലും നമുക്ക് അടിക്കണം. അത് നമ്മുടെ വാശിയാണ്. എന്തായാലും ഇന്ത്യ ജയിക്കണം. ദക്ഷിണാഫ്രിക്കയായിട്ട് ചെറിയൊരു പേരിലൊരു കളി അത്രേ ഉള്ളൂ. ഒരു കപ്പായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അത്രേ ഉള്ളൂ. ദേശീയ അർപ്പിക്കേണ്ട താരങ്ങൾ ജമീമ, റോഡ്രിഗസ്, സ്മൃതി മന്ദാന, പിന്നെ ശരണി. हमारा यही मानना है कि हमारी इंडियन वुमेन्स फाइनल्स तक पहुंची है और ये पहली बार ऐसा हुआ है. हमारी टीम बिल्कुल दिल और जान से इस वर्ल्ड कप को इंडिया में लेके आया है और सभी teams are very strong, but South Africa has, as he said, has the history of choking in the finals. So this time also we believe that India will gonna win this, and Jemima Rodriguez rock. കപ്പുമായി ഇന്ത്യൻ വനിതകൾ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. സൈനിക സേവനങ്ങൾക്ക് കരുത്തു പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-3 അഥവാ GSAT-7R ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 5:26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഉപഗ്രഹമാണ് GSAT-7R. ISRO തദ്ദേശീയമായി നിർമ്മിച്ച തന്ത്രപ്രധാനമായ ഒരു മൾട്ടിബാൻഡ് വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 അഥവാ GSAT-7R. ഇത് പ്രധാനമായും ഇന്ത്യയുടെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ്. നിലവിലുള്ളതും കാലപ്പഴക്കം ചെന്നതുമായ GSAT-7 അഥവാ രുക്മിണി ഉപഗ്രഹത്തിന് പകരമായാണ് CMS-03 വിക്ഷേപിക്കുന്നത്. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവ തമ്മിൽ തത്സമയവും സുരക്ഷിതവുമായ ആശയവിനിമയ ലിങ്കുകൾ സ്ഥാപിക്കാൻ ഈ ഉപഗ്രഹം സഹായിക്കും. നിലവിലുള്ള GSAT-7 ഉപഗ്രഹത്തേക്കാൾ കൂടുതൽ ബാൻഡ്വിഡ്ത്തും മികച്ച സിഗ്നൽ വ്യക്തതയും ഇതിനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ, നിരീക്ഷണം, കപ്പലുകളുടെ വിവരങ്ങൾ എന്നിവ തത്സമയം അറിയാനും കൈമാറ്റം ചെയ്യാനും GSAT-7R സാധിക്കും. CMS-03 ഒരു മൾട്ടിബാൻഡ് ഉപഗ്രഹമായതിനാൽ വിവിധ ആവൃത്തികളിലുള്ള സിഗ്നലുകൾ കൈകാര്യം ചെയ്യാനും കൂടുതൽ ഡേറ്റ കൈമാറാനും സാധിക്കും. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താനും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഈ ഉപഗ്രഹം സഹായിക്കും. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനങ്ങളിലൊന്നായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM-3 ഉപയോഗിച്ചാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഏകദേശം 4400 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാൽ GSAT-7Rന്റെ വിക്ഷേപണം ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. റിസർച്ച് ഡെസ്ക് 24. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടിക ക്രമക്കേടെന്ന് വ്യക്തമാക്കുന്ന നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് പുറത്ത്. 37 വാർഡുകളിലും വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്നാണ് കത്തിൽ പറയുന്നത്. ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്നും പ്രതിഷേധം കടുപ്പിക്കും എന്നുമാണ് UDFന്റെ നിലപാട്. വാർഡ് വിഭജനം പൂർത്തീകരിച്ച് കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ വോട്ടുകൾ നഷ്ടമായെന്നായിരുന്നു പ്രദേശവാസികളുടെ പരാതി. പരാതിയെ തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. തദ്ദേശ വകുപ്പ് ഡയറക്ടർ നഗരസഭയിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നാലെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത്. ഒരു വാർഡിലെയും വിവരങ്ങളടങ്ങിയ നോട്ടീസോ രേഖകളോ ഓഫീസിലില്ലെന്നതാണ് കത്തിൽ പറയുന്നത്. ബൾക്ക് ട്രാൻസ്ഫർ സംബന്ധിച്ച് നിയമാനുസൃതമായി പാലിക്കേണ്ട നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ആരോപണം ശരിയായെന്ന് UDF. ഈ വോട്ടർ പട്ടികയുടെ തുടക്കം മുതൽ തന്നെ ഇതിന്റെ കരട് വോട്ടർ പട്ടിക ഇറക്കിയ സമയത്ത് തന്നെ പറഞ്ഞതാണ് ഇതിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് എന്ന്. യാതൊരു രേഖകളും ഇല്ലാതെ വോട്ട് ചേർക്കുക ചെയ്തത് LDFന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ LDF തന്നെ ക്രമക്കേട് നടത്തിയെന്നാണ് UDF ആരോപണം. ഇത് സംബന്ധിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 24 കോഴിക്കോട്.
BJP നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മുൻ സംസ്ഥാന വക്താവ് MS കുമാറിനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ. കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താതിരിക്കാൻ MS കുമാറുമായി ചർച്ചകൾ നടത്തും. BJP നേതാക്കൾ ഉൾപ്പെടെ വായ്പയെടുത്ത പണം തിരികെ നൽകാത്തതിനാൽ ജീവനൊടുക്കിയ കൗൺസിലർ തിരുമല അനിലിന്റെ ഗതി തനിക്കുമുണ്ടാകും എന്നായിരുന്നു MS കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. താൻ പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ ബാങ്കിൽ നിന്ന് BJP സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വായ്പ തിരിച്ചടയ്ക്കുന്നില്ലെന്നായിരുന്നു MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തനിക്കും ആത്മഹത്യ ചെയ്ത തിരുമല അനിലിന്റെ ഗതി ഉണ്ടാകുമെന്നും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും MS കുമാറിന്റെ കുറിപ്പിലുണ്ട്. മുതിർന്ന BJP നേതാവ് കൂടിയായ MS കുമാറിന്റെ പ്രതികരണം BJPയെ വെട്ടിലാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ നേതൃത്വം ഇടപെടും. MS കുമാറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം. എന്നാൽ ഇതുവരെയും ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്ന് MS കുമാർ 24-നോട് പറഞ്ഞു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ MS കുമാറിന്റെ കുറിപ്പ് BJPക്കെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് CPIM. 24 തിരുവനന്തപുരം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ താരപ്രചാരകരുടെ സാന്നിധ്യം പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. അതേസമയം ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അർദ്ധരാത്രിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ നേതാക്കളെ ഇറക്കി റോഡ് ഷോകളിലൂടെയും വമ്പൻ റാലികളിലൂടെയും പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊലപാതകം ഉൾപ്പെടെ സംഘർഷങ്ങൾ ഉണ്ടായതോടെ വോട്ടർമാർക്കിടയിൽ ആശങ്ക പ്രകടം. മൊക്കാമയിൽ JDU ജൻസ്വരാജ് പാർട്ടികളുടെ പ്രചാരണ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിനിടെയാണ് ജൻസ്വരാജ് നേതാവ് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയോടെ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 കൊലപാതക കേസുകളിൽ പ്രതിയാണ് ആനന്ദ് സിംഗ്. വധശ്രമ കേസുകൾ വേറെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇയാൾ ജയിലിൽ നിന്നാണ് ജനവിധി തേടിയത്. കൊല്ലപ്പെട്ട ദുലാർ ചന്ദിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ക്രമസമാധാന നില തകർന്നതിൽ നിതീഷ് കുമാർ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് സച്ചിൻ പൈലറ്റ് 24-നോട് പറഞ്ഞു. The fact that the murder was allowed to take place, the state government has to take responsibility for that, no? And today election commission officers are in charge of law and order, not the state government. സംഘർഷങ്ങളുടെ പേരിൽ SP അടക്കം ഉദ്യോഗസ്ഥരെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മഹാസഖ്യത്തിന് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ വലിയ ആയുധമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലൈംഗിക പീഡന കേസിൽ വിചാരണ നേരിടുന്നതിനിടെ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഗുസ്തി ഫെഡറേഷൻ വേദിയിൽ. പ്രോ റെസ്ലിംഗ് ലീഗ് പുനരാരംഭിക്കൽ പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് പങ്കെടുത്തിരിക്കുന്നത്. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനും മുൻ MP-യുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഗുസ്തിയുമായി ബന്ധപ്പെട്ട പൊതുവേദിയിലെത്തിയത്. പ്രോ റെസ്ലിംഗ് ലീഗ് പുനരാരംഭിക്കുന്നത് പ്രഖ്യാപിക്കാനായി വിളിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് പങ്കെടുത്തത്. 2023 ഡിസംബറിൽ ബ്രിജ്ഭൂഷന്റെ കൂട്ടാളിയായ സഞ്ജയ് സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് WFI കമ്മിറ്റിയെ ഗുസ്തി താരങ്ങളുടെ ആവശ്യമനുസരിച്ച് കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ഗുസ്തിയിൽ നിന്നും സന്യാസം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ് പ്രോ റെസ്ലിംഗ് ലീഗ് വഴി മടങ്ങിയെത്തുന്നത്. എന്നാൽ ലീഗുമായി തനിക്ക് ബന്ധമില്ലെന്നും സംഘാടകർ ക്ഷണിച്ചതനുസരിച്ച് വന്നതാണെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നാണോ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തോട് തിരശ്ശീലയ്ക്ക് പിന്നിൽ പലതും സംഭവിക്കുന്നുണ്ടെന്നാണ് ബ്രിജ്ഭൂഷന്റെ മറുപടി. 2015 ബ്രിജ്ഭൂഷണാണ് പ്രോ റെസ്ലിംഗ് ലീഗിന് തുടക്കം കുറിച്ചതെന്നും അതിനാലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നുമാണ് WFIയുടെ വിശദീകരണം. സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് നിയന്ത്രണങ്ങളും കാരണം 2019 മുതൽ പ്രോ റെസ്ലിംഗ് ലീഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. 24 ഡൽഹി. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 800 കടന്നു. ഒക്ടോബർ 29 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ടാൻസാനിയയിലെ ഇന്ത്യൻ സമൂഹം ആശങ്കയിലാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയതിനെ തുടർന്നാണ് ടാൻസാനിയയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. തുറമുഖ നഗരമായ ദാരസ്സലാം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ ആരംഭിച്ചതെങ്കിലും പിന്നീട് രാജ്യമെങ്ങും വ്യാപിച്ചു. തുടർന്ന് സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് നിരോധിക്കുകയും ചെയ്തു. പാർട്ടിയിലെ വിമർശകരെ നിശബ്ദരാക്കുന്നതിന്റെ ഭാഗമായി പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ വിമർശകരെ ജയിലിൽ അടയ്ക്കുകയോ അയോഗ്യരാക്കുകയോ ചെയ്തതാണ് രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 87% പോളിംഗ് രേഖപ്പെടുത്തി.
98% വോട്ട് നേടി സാമിയ സുലുഹു ഹസൻ വിജയിച്ചതായി ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. സാമിയയുടെ വിജയം ജനാധിപത്യ പ്രക്രിയയെ പരിഹസിക്കുന്നതാണെന്ന് പ്രതിപക്ഷ പാർട്ടിയായ ചദേമ ആരോപിച്ചു. ടാൻസാനിയയിലെ സ്ഥിതിഗതികളിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആശങ്ക അറിയിച്ചു. 15,000-ഓളം പ്രവാസി ഇന്ത്യക്കാരാണ് ടാൻസാനിയയിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതോടെ ഇന്നത്തെ 1 PM ന്യൂസ് ഇവിടെ പൂർത്തിയാവുകയാണ്.